അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 4.1 റേറ്റിംഗും അതുപോലെ തന്നെ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ ആണിത്. ആദ്യം തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൽ അലോ കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ യൂസർ നെയിമോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എപ്പോഴും ഓർമ്മയുള്ള ഇമെയിൽ അഡ്രസ്സ് തന്നെ കൊടുക്കണം. കാരണം പൈ നെറ്റ്വർക്കിൽ ഒരുപാട് പേര് തോന്നുന്ന രീതിയിലുള്ള യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തിട്ട് വീണ്ടും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു യൂസർ നെയിമോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സോ തന്നെ കൊടുക്കുക. അപ്പോൾ ആ പേജിലേക്ക് പോകുമ്പോൾ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു യൂസർ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനൊരു യൂസർ നെയിമാണ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നിന്നിട്ട് കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ ആ ഒരു കൺട്രി കോഡും മറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റെഫറൽ കോഡ്, ആ റെഫറൽ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൽ കോഡ് ഇവിടെ കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഈ ഒരു റെഫറൽ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ദെൻ രജിസ്റ്റർ. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാം, യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. ഇനി സൈൻ ഇൻ ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഐക്കൺ കാണുന്നില്ലേ, ഒരു പിക്കാസിൻ്റെ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മൈനിങ് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എഗ്രി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൈനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരാളുടെ ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്തിട്ട്, റെഫറൽ കോഡ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 10% അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 10% നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. റെഫറൽസിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ യൂസർ നെയിം, നിങ്ങൾ കൊടുത്ത യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഗ്രാഫിക് എംപയർ 003 ആണ് കൊടുക്കുന്നത്. അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ റെഫറൽ കോഡ് വെച്ചിട്ട് നിങ്ങൾക്കും ഇതുപോലെ റെഫറൽ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ലോഗിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ അവർ മൈൻ ചെയ്യുന്നതിൽ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് 10%ഓളം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ റൂബി അതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുള്ളൂ. ഈ KYC മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. KYC ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു തരാം. ആ രീതിയിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല KYC. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റൂബി എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ FAQയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സംഭവങ്ങളെല്ലാം FAQയിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, നിങ്ങൾ മൈൻ ചെയ്തതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാരണം ഒന്നും കാണിക്കുന്നില്ല അത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ ഗ്രൂപ്പ് ലിസ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത് മോഹൻകുമാർ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഇപ്പോഴും മൈൻ ചെയ്യുന്നുണ്ട്. ഇത് പൈ നെറ്റ്വർക്ക് പോലെ തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ 1 മില്യണോളം മെമ്പേഴ്സ് ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഓപ്ഷൻ ഇതിൻ്റെ വാലറ്റ് ആണ്. വാലറ്റ് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് യുവർ വാലറ്റ് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് അബോ മെസ്സേജ് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നമ്മളെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ വരും. ദെൻ കണ്ടിന്യൂ. ഇത്രയും ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആദ്യം സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ മ്യൂസിക് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. ദെൻ റാപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. ഇവിടെ ആയിരിക്കും നിങ്ങളുടെ വാലറ്റ് ഫ്രേസ്. ഇത് എപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. പൈ നെറ്റ്വർക്ക് ചെയ്ത അന്ന് മുതൽ ഞാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു നോട്ട് പാഡിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ മെയിലിൽ, ഗൂഗിൾ മെയിലിൽ സ്റ്റാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ സേവ് ചെയ്തോ എങ്ങനെയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും കാലത്ത് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാലറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിൽ 2 ഓപ്ഷൻ, ഡൗൺലോഡ് ആൻഡ് കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. രണ്ടും ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ ഗാലറിയിൽ ഇത് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ കോപ്പിയും ചെയ്ത് വെക്കുക. ദെൻ സീഡ് ഫ്രേസ് സേവ്ഡ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. കാരണം വാലറ്റ് നഷ്ടപ്പെടുമ്പോൾ റീഓപ്പൺ ചെയ്യാനുള്ള സംഭവമാണിത്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു ഓപ്ഷൻ ഹാഷ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇതും ഡൗൺലോഡും കോപ്പിയും ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഹാഷ് കോഡ് സേവ്ഡ് കൊടുക്കുക. QR കോഡ് ഇതും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, QR കോഡ് സേവ്ഡ്. നമ്മുടെ വാലറ്റ് അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ദെൻ ആക്സസ് വാലറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് പുതിയൊരു വാലറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പുതിയൊരു വാലറ്റ് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, വാലറ്റ് എന്തായാലും ആഡ് ചെയ്ത് വെക്കുക.
അപ്പോൾ ഇതിൻ്റെ മൈനിങ്ങും പ്രോസസ്സും എല്ലാം സ്റ്റാർട്ട് ആയിക്കോട്ടെ. കുറച്ച് ദിവസത്തിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു തന്ന സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് വാലറ്റെല്ലാം ക്രിയേറ്റ് ചെയ്യുക. KYC ഓപ്ഷനൊക്കെ ആകുമ്പോൾ ഞാൻ അതും 1 by 1 ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ വൈറ്റ് പേപ്പർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനിൽ ചെന്നിട്ട് വൈറ്റ് പേപ്പർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ വൈറ്റ് പേപ്പർ നമുക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ മറ്റൊരു ലാംഗ്വേജിലാണ്. ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷാക്കി മാറ്റാം. അത് നമുക്ക് നോക്കാം. അതെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈൻ ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നുള്ള ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.